ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഒരുപാട് കാത്തിരിക്കുന്ന സിനിമയാണ്. ജൂലൈ 26-ന് സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രൊമോഷൻസ് സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രെയിലർ കൂടാതെ. അതിൽ ഓൾഡ് ബബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. I'm about to lose everything that I've ever cared about, and I have no idea how to save it. But you do. Trust me, kid, I'm no hero. This Wolverine let down his entire world. Well, my entire world needs you. Shake on it. Nicked it. Just got the tip with your little steak knife. That's what I'm talking about. Big slow motion action sequence. Who knows if you live or die? Who's next? Oh my God. Sabretooth, ready to die. Oh, Sabretooth. Time! You look ridiculous. People have waited decades for this fight. It's not going to be easy. Maybe nice. You shoot the double, you take him down. Side control, then full mount, and you ground and pound till he makes no sound because he's dead. Shut the fuck up. Oh my God. Okay, good luck. I'm a huge fan. ഒരു ഫൈറ്റിനുണ്ട്. Rated R. അയ്യോ കഴിഞ്ഞു പോയി. ഒരു ഫൈറ്റിന് മുമ്പ് കൊടുക്കാവുന്ന നല്ല ഒരു പെപ്ടോക്ക്. ഒന്നാമത്തെ കാര്യം, ഡെഡ്പൂൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം ശരിക്കും എൻ്റർടൈനിങ് ആണ്, ഒന്നും പറയാനില്ല. രണ്ടുപേർക്കും ഹീലിംഗ് പവേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും ഇരിച്ചും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ അത് കാണാനുള്ള രസമുണ്ട്. പിന്നെ സൈബർ ടൂത്ത് എന്ന കഥാപാത്രത്തെ എനിക്ക് അത്ര ഡീപ്പായിട്ട് അറിയത്തില്ല. പക്ഷേ യെസ്, വോൾവറിന് ഒരു നല്ലൊരു എതിരാളിയാണ് സൈബർ ടൂത്ത്. വോൾവറിന് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ്. വോൾവറിൻ ഒരു ഹീറോ ആയി മാറണം, അല്ലെങ്കിൽ പുള്ളി എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഡെഡ്പൂളിൻ്റെ ആ ഒരു ലൈഫ് സെറ്റാവുള്ളൂ, അല്ലെങ്കിൽ പുള്ളിയുടെ പ്രിയപ്പെട്ടതെല്ലാം അവിടെ സേഫായിട്ട് ഇരിക്കത്തുള്ളൂ. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ നമ്മൾ കണ്ടതുപോലെ വില്ലന്മാരെ സ്പൈഡർമാൻ ഒരു വിധത്തെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ചിലപ്പോൾ ഒരു ചേഞ്ച് ഈ ഒരു സംഭവം കൊണ്ട് നടത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവണം. ഉദാഹരണത്തിന് വോൾവറിൻ എല്ലാവരെയും കൊല്ലുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേൾഡിൽ എല്ലാവരെയും കൊല്ലുന്ന ഒരു കഥാപാത്രമായിരിക്കും ആ വോൾവറിൻ. പക്ഷേ അതിൽ നിന്നൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിലുണ്ടാവും. എനിവേ അതൊക്കെ ഡീകോഡിങ്ങിലേക്ക് കിടക്കുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. ട്രെയിലറിൻ്റെ ഡീകോഡിങ് ഞാനപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഡീകോഡിങ് ഒട്ടും സിമ്പിളായിരിക്കില്ല. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ചെയ്യുന്ന സംഭവങ്ങളിൽ നല്ലൊരു പങ്കും റോങ് ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ലാസ്റ്റ് ഞാൻ ചെയ്ത സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം അത്യാവശ്യം ശരിയായിട്ട് വന്നായിരുന്നു. പക്ഷേ ഇത് നല്ലോണം റോങ് ആവാൻ ചാൻസ് ഉള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിൽ നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മാർവലിൻ്റെ അവഞ്ചേഴ്സ് അതുമായിട്ടും ഇതിന് നല്ലൊരു കണക്ഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, മാർവലിൻ്റെ ഇതിനു മുമ്പ് വന്ന പല സിനിമകളിലും കാണിച്ചിട്ടുള്ള ടൈം ഡയലേഷൻ സംഭവങ്ങൾ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മൾട്ടിവേഴ്സ് സംഭവങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റോറി എല്ലാം കൂടി ഭയങ്കര ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ മാർവലിന് തന്നെ അറിയില്ല ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ ഒരു കോംപ്ലിക്കേഷനിൽ നിൽക്കുകയാണ് അവർ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. ബിക്കോസ് ഡെഡ്പൂളിന് അതുപോലെ തന്നെ വോൾവറിനും ഏത് വേൾഡിൽ വേണമെങ്കിലും ചെല്ലാം, എങ്ങനെ വേണമെങ്കിലും കഥ മാറ്റിമറിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കഥകൾക്ക് ഒരുപാട് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. സോ വോൾവറിനെയും ഡെഡ്പൂളിനെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ സ്റ്റോറി ലൈനിലും പോകാൻ ചാൻസ് ഉള്ളതെന്നതിനെക്കുറിച്ചും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.